CMR മാസപ്പടി കേസിൽ SFIO വീണ വിജയനെ പ്രതി ചേർത്ത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ഇപ്പോൾ കോട്ടയത്തെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, കോട്ടയത്ത് എവിടേക്കാണ് പ്രതിഷേധം? ആരൊക്കെയാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്? ഇപ്പോൾ കോട്ടയം കളക്ടറേറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. മാർച്ച് അല്പസമയം മുമ്പ് ഈ കളക്ടറേറ്റിന് മുന്നിലെ ഗേറ്റിന് സമീപത്തെത്തി. അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞു. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ഈ മാർച്ച് പ്രതിഷേധ ധർണ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതുപോലെ ഇന്നലെയും ഇന്നുമായി പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ കോട്ടയം ജില്ലയിലും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള മാർച്ചാണ്. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിലെത്തി. കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഏതായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. മലപ്പുറത്ത്, കോട്ടയത്തെ, ഇപ്പോൾ കൊല്ലത്തും പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ രാജുണ്ട്. അരുൺ, കൊല്ലത്തെ പ്രതിഷേധം എവിടേക്കാണ്? ഈ മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന് ഒന്നേ പറയാനുള്ളൂ, പിണറായി വിജയൻ രാജിവെക്കുന്നവരെ കേരളത്തിന്റെ ഗൂഗിൾ കൊല്ലം കളക്ടറേറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനം കൊല്ലം കളക്ടറേറ്റിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ മാസപ്പടി കേസിൽ SFI അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കണം. മുഖ്യമന്ത്രി ഇത്തരത്തിൽ രാജിവെച്ച് അന്വേഷണത്തെ, മകളുടെ അടക്കമുള്ള അന്വേഷണത്തിൽ സ്വാഭാവികമായ രീതിയിൽ ഇടപെടണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ കൊല്ലം കളക്ടറേറ്റിൽ നടത്തിയ മാർച്ച് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ഈ മാർച്ച് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. റിയാസ് ചിത്ര അടക്കമുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിൽ നിന്നുള്ള വിവിധ ഘട്ടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരടക്കം ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. രാജിവെക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇക്കട്ടത്തിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്, മുദ്രാവാക്യങ്ങളിലൊന്ന്. ഏതായാലും എല്ലാ ജില്ലാ സെന്ററിലേക്കും മാർച്ച് നടത്താൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് നിശ്ചയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വിവിധ കളക്ടറേറ്റുകളിൽ, വിവിധ ജില്ലകളിൽ, മലപ്പുറത്ത്, കോട്ടയത്ത്, കൊല്ലത്ത്, അങ്ങനെ വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. CMR മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം. ഇപ്പോൾ തിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പം മുമ്പ് മലപ്പുറത്ത് കളക്ടറേറ്റിൽ പ്രതിഷേധ മാർച്ചിന് ശേഷം ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണോ? സമീറിലേക്ക് എത്താം. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ പോലീസ് ശ്രമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നേരിയ തോതിൽ ബലപ്രയോഗം ഉണ്ടായി. തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. നെയിം പ്ലേറ്റ് മാറ്റിയ ശേഷം പോലീസുകാർ മർദ്ദിച്ചു, ലാത്തി വീശി എന്ന ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. തുടർന്ന് റോഡ് ഉപരോധത്തിലേക്ക് പോയി. ഇപ്പോൾ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ മലപ്പുറത്ത് കളക്ടറേറ്റിന് മുന്നിലുള്ള പ്രതിഷേധം അത് റോഡ് ഉപരോധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ പോലീസ്? ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ കളക്ടറേറ്റിന് മുൻപിൽ നിന്നും പ്രവർത്തകർ മലപ്പുറം കുന്നമ്പൽ ടൗണിലേക്ക് എത്തിയതിനു ശേഷം ഇവിടെ പാത ഉപരോധിക്കുകയായിരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് മലപ്പുറം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഈ മാസപ്പടി കേസിൽ പ്രതിയായ മകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിച്ചു
ഉപേക്ഷിക്കുന്നു, അതുകൊണ്ട് തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് സമരം നടത്തിയത്. സമരത്തിനിടെ പോലീസ് അതിക്രമം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ അവിടെ നിന്നും സമരം മാറി ഇപ്പോൾ ഈ ദേശീയപാത ഉപരോധിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും ഈ ഭാഗത്ത് തടസ്സപ്പെട്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രവർത്തകരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുകയാണ്. അവരെ ഉടൻ തന്നെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. ശേഷിക്കുന്ന പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ മാത്രമേ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് ആവൂ എന്നുള്ളതാണ്. പോലീസ് ലാത്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും തന്നെ പോലീസ് കടന്നിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പല ഘട്ടങ്ങളിലായി പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് അതിക്രമം കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഏതാനും ചില പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ ദേശീയപാത ഉപരോധിക്കുകയും ഇപ്പോൾ ഏതാനും ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രവർത്തകരുമായുള്ള പോലീസ് വാഹനം ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ശേഷിക്കുന്ന ചില പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മലപ്പുറം DSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തുണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസും വലിയ പ്രകോപനത്തിലേക്ക് കടക്കാതെ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് നീക്കി സമരം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിന്റെയും തീരുമാനമുണ്ടായിരുന്നത്. എന്നാൽ പ്രവർത്തകർ ഒരു തരത്തിലും അറസ്റ്റ് ചെയ്ത് നീക്കാനോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനോ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് പോലീസിന് ബലം പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ ഈ റോഡ് ഉപരോധിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മലപ്പുറത്ത് കളക്ടറേറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. കൊല്ലത്തും കോട്ടയത്തും സമാനമായി മുഖ്യമന്ത്രിയുടെ മകളെ മാസപ്പടി കേസിൽ SFIO ഉയർത്തിക്കാട്ടി പ്രതിഷേധം നടന്നു. ഇപ്പോൾ മലപ്പുറത്തെ പ്രതിഷേധത്തിൽ പ്രവർത്തകരെ നേതാക്കളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസുമായി ഉന്തുന്തള്ളുമുണ്ടായിരുന്നു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രധാനപ്പെട്ട റോഡ് ദേശീയപാത ഉപരോധിച്ചുണ്ടായിരുന്നു മലപ്പുറത്തെ പ്രതിഷേധം. പ്രതിഷേധിച്ച റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റു പ്രവർത്തകരും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുള്ള ഉപരോധം സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. സമീർ തുടരുന്നുണ്ട്. സമീർ, മലപ്പുറത്തെ പ്രതിഷേധം അവസാനിച്ചോ? പ്രവർത്തകരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയോ? പ്രവർത്തകരെ ഏതാണ്ടൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. അതുപോലെ ചില പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്നത് എന്നുള്ളതാണ്. മലപ്പുറം കുന്നമ്മലിലാണ് ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഈ പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകരെ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമുള്ള ശേഷിക്കുന്ന പ്രവർത്തകരെ കൂടി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ പിരിച്ചുവിടുകയാണ്. ഈ സമരം ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അങ്ങനെ കളക്ടറേറ്റിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. പിന്നാലെ ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴാണ് പ്രവർത്തകർ പോലീസ് തമ്മിൽ ഒരു ഒന്നും തള്ളും സംഘർഷവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ പോലീസ് അതിക്രമം കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ആരോപിച്ച് പ്രവർത്തകർ കൂടുതൽ സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെയാണ് ചില പ്രവർത്തകരെ കളക്ടറേറ്റിന് മുൻഭാഗത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിന് പിന്നാലെ ശേഷിക്കുന്ന പ്രവർത്തകർ ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം കുന്നമണിലേക്ക് എത്തി. ഇവിടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനുശേഷം ഏതാനും ചില പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും നീക്കുകയും ചെയ്തു. ശേഷിക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തത് ഉയർത്തിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. മലപ്പുറത്തും കോട്ടയത്തും കൊല്ലത്തും കളക്ടറേറ്റുകളിലേക്കുള്ള മാർച്ച് നടന്നു. കളക്ടറേറ്റ് മാർച്ചിൽ മലപ്പുറത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലത്തും കോട്ടയത്തും കളക്ടറേറ്റ് മാർച്ച് നടന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വിവിധ ജില്ലകളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് നടക്കുകയുമാണ്.